Hello everyone, welcome back. അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു നേന്ത്രപ്പഴം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി പഴുപ്പൊക്കെ കൂടി കറുത്ത നിറമൊക്കെ കയറുകയാണെങ്കിൽ അത് വെറുതെ കളയാതെ നമുക്ക് നല്ലൊരു മധുരമാക്കിയിട്ട് മാറ്റാം അതിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ നേന്ത്രപ്പഴം, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത നേന്ത്രപ്പഴം നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറുത്ത നിറം കയറിയതാണെങ്കിലും കുഴപ്പമില്ല. അത് നല്ലതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ പ്രഷർ കുക്കറിലിട്ടിട്ടോ അല്ലെങ്കിൽ പുട്ടുകുറ്റിയിലിട്ടിട്ടോ വെള്ളം ഒഴിച്ചിട്ടോ ഒക്കെ എങ്ങനെയാണെങ്കിലും പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ പുഴുങ്ങി ഇങ്ങനെ ഉടഞ്ഞു കിടക്കുന്ന നേന്ത്രപ്പഴമാണെങ്കിൽ ഇങ്ങനെ ഉടയ്ക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഇതിലൊരു നേന്ത്രപ്പഴം കുറച്ച് പാകത്തിനായതാണ് എടുത്തിട്ടുള്ളത്, ഒരുപാട് പഴുത്തതല്ല എടുത്തിട്ടുള്ളത്. അത് കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് ഉടച്ചു കൊടുത്തത് കേട്ടോ. ഇനി നമുക്കത് മിക്സിയിലിട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നേന്ത്രപ്പഴം അരച്ചെടുക്കാനായിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ അച്ചാണ് എടുത്തിട്ടുള്ളത്, ഏകദേശം 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല മധുരം വേണമെങ്കിൽ ഒരു 6 7 അച്ച് ശർക്കര വരെ എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നേന്ത്രപ്പഴം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നും അധികം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മതി, കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അല്ലെങ്കിൽ നട്ട്സോ തേങ്ങാക്കൊത്തോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കടിക്കാനൊരു ഫീലിന്. അപ്പോൾ നമ്മൾ പഴം വരട്ടിയതല്ലേ, അപ്പോൾ അതിങ്ങനെ അലുവ പോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ക്രഞ്ചിനെസ് കിട്ടുന്നത് ഒരു ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ് നട്ട്സ് ചേർത്തത്. അതല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ഇഷ്ടമെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം. അപ്പോൾ നട്ട്സ് ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പഴം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിലേക്കാണ് നമ്മൾ പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതൊന്ന് മിക്സായി കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ നെയ്യും അതുപോലെ പഴവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പാനിൽ കിടന്ന് ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു പരുവാണ്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ നെയ്യും നമ്മുടെ പഴവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി അതിലേക്ക് നമുക്ക് അരിച്ചിട്ട് ചേർക്കാം. അങ്ങനെ നമ്മുടെ നെയ്യും നേന്ത്രപ്പഴം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്കിപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 5 അച്ച് ശർക്കര ഉരുക്കിയിട്ടുണ്ട്, അത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ല മധുരമുള്ള പഴമാണ്, കുറച്ച് ശർക്കരയുടെ മധുരം കുറവ് മതിയെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. പിന്നെ പാകം നോക്കിയിട്ട് പിന്നെ ചേർത്താലും മതി. ഞാൻ എന്തായാലും മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയും അതുപോലെ തന്നെ നമ്മുടെ ഈ പഴവും നെയ്യും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ കയ്യിലുകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതേ നെയ്യും അതുപോലെ ശർക്കരയും നേന്ത്രപ്പഴമൊക്കെ നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇളക്കൽ തന്നെയാണ്. നന്നായി അത് ഇളക്കി കൊടുക്കുക. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അതിങ്ങനെ കുറച്ച് കട്ടിയായിട്ട് വന്നു തുടങ്ങും.
പിന്നെ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൈയെടുക്കാതെ ഇളക്കണമെന്നൊന്നുമില്ല. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ് അവിടെ വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. കൈയിൻ്റെ മുകളിലേക്ക് പൊട്ടിത്തെറിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അത്രയും കട്ടിയുള്ള ഒരു ഇതാണ്, നേന്ത്രപ്പഴമാണ്. പിന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നന്നായി കുറുകി, അതായത് നമ്മുടെ ഈ പാനിൽ നിന്ന് നല്ലപോലെ വിട്ടു വരണം. വിട്ടു വന്ന് അതിങ്ങനെ ഓടി കളിക്കുന്ന പരുവാകുമ്പോഴാണ് നമ്മളിത് മറ്റൊരു പാനിലേക്ക്, അതായത് ഇപ്പോൾ ഒരു പാൻ നേരത്തെ കൂട്ടി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു കേക്കിൻ്റെ ട്രേയോ, ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്കിൻ്റെ ട്രേയോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ എന്തെങ്കിലും ട്രേ ഉണ്ടെങ്കിൽ അതോ, കുറച്ച് എണ്ണ തടവിയതിന് ശേഷം സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിത് തയ്യാറായി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു കുറുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കഷ്ടി അത്ര മതി ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെയ്യാണ്. അത് നമ്മൾ ഇളക്കി കുറച്ച് കഴിയുമ്പോൾ ഒരു കുറേശ്ശെ ആയിട്ട്, അതായത് 1/4 ടീസ്പൂൺ വീതം കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് കുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ കളറൊന്ന് നല്ലതുപോലെ മാറി, അപ്പോൾ ഒരു ശർക്കരയുടെ ഒക്കെ ഒരു കളറായിട്ട് വരുമ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലേ കുറേശ്ശെ നെയ്യ് ചേർത്താൽ മതി. ഇത്ര ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ ഇളക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് വളരെ കുറേശ്ശെ, ഒരുപാടൊന്നും ചേർക്കണ്ട. കഷ്ടിച്ചിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് അത് പല സമയത്തായിട്ട് ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കുറുക്കായി തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയപ്പോഴേക്കും കണ്ടില്ലേ, കളറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കിടന്ന് ഓടി കളിക്കുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ട്രേയിലേക്ക്, അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ഗ്ലാസിൻ്റെ ട്രേയിൽ കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് അതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ട്രേയിലേക്ക് മാറ്റിയല്ലോ, ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. അപ്പോൾ സ്പൂണിൻ്റെ അടിഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ഏത് ഭാഗം കൊണ്ടാണോ ലെവലാക്കുന്നത് അതിൻ്റെ ഭാഗത്ത് ഒരു നുള്ള് നെയ്യ് നമ്മൾ തൊട്ട് വരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. വല്ലാതെ നമ്മുടെ സ്പൂണിൻ്റെ മുകളിൽ നേന്ത്രപ്പഴം ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതേ ഞാനിനി അതും കൂടി ഒന്ന് ലെവലാക്കട്ടെ. എന്നിട്ട് നമ്മളിത് ചൂടാറാൻ വെക്കണം. ചൂടാറിയിട്ട് നല്ലതുപോലെ ആറി തണുത്തതിന് ശേഷം നമുക്കത് പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ലതുപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞ ശേഷം മുറിക്കാൻ നോക്കുക. ചൂടാറാതെ മുറിച്ച് കഴിഞ്ഞാൽ കത്തിയുടെ മുകളിലൊക്കെ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കും, ആകെ ഷേപ്പൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതേ നേന്ത്രപ്പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വിഭവം എല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ പഴമൊക്കെ കുറച്ച് കറുത്ത നിറം കയറുകയാണെങ്കിലും കളയാനൊന്നും നിൽക്കണ്ട, വേഗം എടുത്ത് എടുത്ത് വയ്ക്കുക. കുറച്ച് നാളൊക്കെ എന്തായാലും ഇത് ഇരിക്കും, അത്ര പെട്ടെന്നൊന്നും നാശമായി പോവില്ല കേട്ടോ.
അപ്പോൾ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമുക്കെടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വിഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സോ സീ യു സൂൺ വിത്ത് അനദർ ബ്യൂട്ടിഫുൾ വീഡിയോ. അൺടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.